ഗൗതം, നമ്മൾ കേട്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതുമായത് പോലീസുകാരൊക്കെ വലിയ ദുഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്. വെറുതെയാണല്ലേ? എന്താ ഏറ്റവും പുതുതായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം വരാനുള്ള കാരണം? കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മഹാവൃത്തികെട്ടവന്മാരാണ് എന്നൊരു പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. അവരെ കുറേ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. നട്ടാക്കുരുക്കാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച്, നുണകൾ പ്രചരിപ്പിച്ച് എങ്ങനെ ഇവരെ കൊടുക്കാം. ഇതിന് പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പ്രതികാരമാണ്. കാരണം പ്രതികളായിട്ടുള്ളവർ ഇവർ നേരത്തെ ആരെങ്കിലും പിടിച്ചകത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പ്രതികാരം ഏതെങ്കിലും കേസിൽ ഇവരെ പെടുത്തുക. അങ്ങനെയാണ് ഇവർ പ്രതികളാകുന്നത്. പക്ഷേ അങ്ങനെ വലിയ രീതിയിൽ മറ്റൊരു വശമുണ്ട്. ഏതാണ്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെന്ന് കണ്ട് അന്വേഷണം നടത്തി തിരിച്ചറിഞ്ഞ് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കി ഈ സർക്കാർ. പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അതും സംഭവിച്ചത്. പക്ഷേ എങ്കിലും ചില വാർത്തകൾ ഈ പോലീസുകാർക്ക് അവരുടെ മുഖത്തിന് കളങ്കം തീർത്തിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്നുള്ള ചില വസ്തുതകളാണ് ഏറ്റവും പുതിയ സംഭവം പുറത്തു വരുന്നത്. നമുക്കറിയാലോ, പൊന്നാനിയിലെ പോലീസുകാർ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വാർത്ത. അതിൽ മുൻ SP ആയിട്ടുള്ള, ഇപ്പോൾ സസ്പെൻഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സുജിത് ദാസ്, ഒപ്പം DYSP ആയിട്ടുള്ള VP ബെന്നി, CA വിനോദ്. ഇതിൽ സുജിത് ദാസിനെതിരെയും ഒപ്പം വിനോദിനെതിരെയുമായിരുന്നു പ്രധാന ആരോപണം. ഇവർ രണ്ടുപേരും എന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ഈ സ്ത്രീയുടെ വീട്ടമ്മയുടെ പരാതി. ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി, ഇവർക്കെതിരെ പരാതി എടുക്കാൻ പറ്റില്ല, FIR ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഡിവിഷണൽ ബെഞ്ചാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പൊന്നാനി മജിസ്ട്രേറ്റ് സിംഗിൾ ബെഞ്ച് എന്താണ് ഇതിൽ? പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ ഈ കേസിനെ കുറിച്ച് മുമ്പ് അറിഞ്ഞ കാര്യം പറയാം. ഈ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 10 ദിവസത്തിനകം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാതിരുന്നു. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവർ സമീപിച്ചിട്ട് ഒരു നടപടി ഉണ്ടാകാത്തത് കൊണ്ട്, കാരണം മജിസ്ട്രേറ്റിൻ്റെ അടുക്കലാണല്ലോ FIR ഇട്ട് ചെല്ലേണ്ടത് ആദ്യം, അവിടെ ചെല്ലാത്തത് കൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മജിസ്ട്രേറ്റ് കോടതിയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം പരാതി വന്നിട്ടുണ്ട്. ഏത് പരാതി വന്നാലും കോടതി പറയും FIR ഇട്ട് അത് കേസ് അന്വേഷിക്കുക, എന്താണ് അതിനകത്തുള്ളത് എന്ന് അന്വേഷിക്കാൻ പറയും. അതുപോലെ അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കോടതിയിൽ നിന്ന് അങ്ങനൊരു റൂളിങ് വന്നതോടുകൂടി പോലീസ് ഇവർക്കെതിരെ FIR ഇട്ടു. അപ്പം ഞാൻ അന്ന് കേട്ടത്, ഈ കേസിൽ 3 പ്രതികളുണ്ട്, 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതികളായിരിക്കുന്നത്. അതിലെ ഒരു പ്രതി നമ്മുടെ CI വിനോദ്, അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു എന്ന് കേട്ടു. ആ കേസിലാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഇത് ശരിക്കും തിരിച്ചടിയായിരിക്കുന്നത് 2 വലിയ ശക്തികൾക്കാണ്, 2 വലിയ വൻമരങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. അതിൽ ഒരു മരം എന്ന് പറയുന്നത് മരമുറി കേസിൽ അകത്തായിട്ടുള്ളൊരു മരമാണ്. ആ മരം ആരാണെന്ന് നമുക്കറിയാം. അത് വിവരങ്ങൾ ഉണ്ട്, നമുക്ക് നേരത്തെ പുറത്തു വന്ന വാർത്തകളാണ്. ഞാൻ വിശദമായിട്ട് അത് പറയാം ആ കാര്യവും. അപ്പോൾ ആ മരത്തെ പിടിച്ചകത്താക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രതികാരം അവർക്കെതിരെ, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തീർക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടെ PV അൻവറും MLA അദ്ദേഹം PV അൻവറിന് ഈ സംഭവത്തിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ഈ പ്രതിയായ ഇതിൽ പ്രതിപട്ടികയിലുള്ള കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ CI വിനോദ്, അദ്ദേഹം ഈ PV അൻവറിനെതിരെയും ഈ മാധ്യമ സ്ഥാപന മേധാവിക്കെതിരെയും അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിൽ വിശദാംശങ്ങളൊക്കെ കൊടുത്തിരുന്നു. അത് ഞാൻ ഇവരുടെ പരാതി, ഇവരൊരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു നേരത്തെ തന്നെ. അത് ഇവരിങ്ങനെ സ്റ്റേഷനിൽ വരികയും CI വിനോദ് അത് അന്വേഷിക്കാനെന്നുള്ള വ്യാജേന തൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ വെച്ച് തന്നെ മാനഭംഗം ചെയ്തു എന്നുമാണ്, മാനഭംഗപ്പെടുത്തി എന്നുമാണ് ഇവരുടെ പരാതി. ഈ പരാതി അവർ DYSPക്ക് കൊടുത്തു. അപ്പോൾ DYSP ഇവരെ പെട്ടെന്ന് കടന്നു പിടിച്ചു.
അതെവിടെ വെച്ചാണ് എങ്ങനെയാണെന്നുള്ള വിശദാംശങ്ങളൊന്നും ഒരു വ്യക്തമായിട്ട് പറയുന്നില്ല. ഇതിനകത്ത് ഇവരുടെ മൊഴിയും കാര്യങ്ങളും ഒക്കെ വളരെ ദുരൂഹമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്ന് പൊതുവെ ആരെങ്കിലുമൊക്കെ സംശയിച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് ഈ വിഷയത്തിൽ തൊട്ടത്. വേറൊരു ചാനലും കാര്യമായിട്ട് ഇതിനെ എടുത്തില്ല. ഇതൊരു ചെറിയ വാർത്ത പോലെ. പത്രങ്ങളൊന്നും ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. മറ്റ് ചാനലുകൾ, ഓൺലൈനുകൾ ഒന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തോ ഇതെന്താണെന്ന് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനോ അങ്ങനെ വാർത്തകൾ ചെയ്യാനോ ഒന്നും ആരും തയ്യാറായില്ല. കാരണം എല്ലാവർക്കും ഇതിൻ്റെ നിജസ്ഥിതി ഏതാണ്ടൊക്കെ ബോധ്യമാണ്. അപ്പോൾ ഇരിക്കട്ടെ, നമ്മളൊരു കൺക്ലൂഷനിലെത്തണ്ട. ഹൈക്കോടതി പറയട്ടെ, അല്ലെങ്കിൽ കോടതി പറയട്ടെ. നമുക്ക് ഇവരെ ആരാണ് പ്രതി, ആരാണ് ഉപദ്രവിക്കപ്പെട്ടത്, ആരാണ് പീഡിപ്പിക്കപ്പെട്ടതെന്ന് നമുക്കറിയില്ല. നമ്മൾ മുന്നിൽ വരുന്ന വിവരങ്ങൾ വെച്ച് വാർത്തകൾ വിശകലനം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഈ ബെന്നിയും ഇവരെ കയറി കടന്നു പിടിച്ചു എന്നാണ് അവരുടെ പരാതി. അവർ കുതറിയോടി രക്ഷപ്പെട്ടു അത്രേ. പിന്നീട് അവർ SP, അന്നവിടെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിൻ്റെ അടുത്ത് പരാതിയായിട്ട് പോയി. സുജിത് ദാസ് ഇവരെ ഒരു ആഡംബര കാറിൽ കയറ്റി ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി. ചങ്കുവെട്ടി ആ സ്ഥലത്ത് വെച്ച് ഇവരെ ഈ SP-യും ബലാത്സംഗം ചെയ്തു എന്നാണ് അവർ പറയുന്നത്, പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അതിനകത്ത് രസകരമായൊരു കാര്യം, പിണറായി വിജയൻ എൻ്റെ അങ്കിളാണ്, മുഖ്യമന്ത്രി എൻ്റെ അങ്കിളാണ്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളയുമെന്ന് SP ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അത്രേ. പിന്നീട് PV അൻവർ ഇവർക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോഴാണ് എനിക്ക് ധൈര്യം കിട്ടിയത്. അങ്ങനെയാണ് ഞാനിതിപ്പോൾ പുറത്ത് പറയുന്നതെന്നാണ് ഈ സ്ത്രീയുടെ വെർഷൻ, അവരുടെ ഭാഗം അതാണ്. ഇതാണ് പുറത്തു വന്ന വാർത്ത. ഇതിനൊരു പിൻഭാഗമുണ്ട്, ഇതിനൊരു എന്താ പറയുക, ഒരു മുൻ എപ്പിസോഡുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പറയും. ഈ സ്ത്രീക്കെതിരെ വളരെ വലിയ രീതിയിലുള്ളൊരു കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിലെന്താണ് ഒരു യാഥാർത്ഥ്യം? നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാട്ടിൽ പൊതുവെ ഇവരെക്കുറിച്ച് അത്ര ഒരു എന്താ പറയണ്ടേ, സാധാരണ രീതിയിൽ ഇത്തരം വ്യാജ പരാതികളും കാര്യങ്ങളും ഒക്കെ ചെയ്യും എന്നൊരു ഇത് ഉണ്ട് അവർക്കെതിരെ. അതൊരു സത്യമാണ്. അങ്ങനെ ആ നാട്ടിൽ പൊതുവെ, പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ളൊരു നാടാണ് നമ്മുടേത്. അപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയാൻ ആൾക്കാർ കാണും. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ DYSP ബെന്നിയെ പ്രത്യേകിച്ചും ടാർഗറ്റ് ചെയ്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കുറേ നാളായി ശ്രമം നടത്തുന്നു, വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, വാർത്തകൾ ചെയ്യുന്നു എന്നൊരാക്ഷേപം പൊതുവേ പോലീസുകാർക്കിടയിലുണ്ട്. അത് ബെന്നി തന്നെ പലപ്പോഴും മറ്റ് പല ചാനലുകൾക്കും കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് റിപ്പോർട്ടർ ടിവിക്ക് ബെന്നിയോട് നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെയാണ്. അതായത് ഈ മൂട്ടിൽ മരമുറി കേസിൽ നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ വലിയ മാനങ്ങളുള്ള വളരെ വിശാലമായൊരു കേസാണത്. അത് ആഴങ്ങളിലേക്ക് പോയാൽ ഇനിയും വലിയ കൊമ്പന്മാർ, വലിയ തിമിംഗലങ്ങൾ പ്രതികളായിട്ട് വന്നേക്കും എന്ന് ഞാനും കരുതുന്നു. ആ കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്തു. ഇവർ എനിക്ക് തോന്നുന്നു റിമാൻഡിലായി. കുറച്ച് ദിവസം എന്തോ ജയിലിൽ കിടന്നിട്ട് പിന്നീടാണ് അവർക്ക് റിമാൻഡിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. ഇത് ഈ വലിയ പ്രതികാരം അവരിലുണ്ടാക്കിയിട്ടുണ്ട്. ബെന്നിയോട് അവർക്ക് ഭയങ്കര, ബെന്നി ഇവരുടെ ഒരു താളത്തിനും വഴങ്ങാതെ വളരെ എന്താ പറയുക, ഉറച്ചു നിന്ന് ആ കേസുമായിട്ട് മുന്നോട്ട് പോയി. പൊതുവേ ഈ ഉദ്യോഗസ്ഥനെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഇതിനു മുമ്പ്. പോലീസുകാരല്ലേ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പ്രതിയെ കിട്ടിയാൽ രണ്ടടിയൊക്കെ കൊടുക്കും, അതൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെയുള്ള, അല്ലാതെ ഇയാൾ ഒരു കൈക്കൂലിക്കാരനാണെന്നോ അഴിമതിക്കാരനാണെന്നോ ഒന്നും ഇദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപമൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. പോലീസിനുള്ളിലും അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് അങ്ങനെ പറയുന്ന ഒരിത് നമ്മൾ കണ്ടില്ല. അത് പോട്ടെ. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ഇവർ എന്നെ വേട്ടയാടുന്നതെന്ന് ബെന്നി പലപ്പോഴും മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതെല്ലാം നമ്മളീ പറയുന്നതൊന്നും പുതിയ വിവരങ്ങളല്ല കേട്ടോ, ഇതൊക്കെ പുറത്തു വന്ന വാർത്തകളാണ്. പക്ഷേ ഇത് കുറേ ദിവസം കഴിയുമ്പോൾ മനുഷ്യനങ്ങ് മറക്കും. ഇവിടെയും ആൾക്കാർ കുറേയൊക്കെ മറന്നുപോയിട്ടുണ്ട്. ബെന്നിയെ വേറൊരു കേസിലും കൊടുക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. ഒരു മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ, അതെ, ഉള്ളിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. ആ പയ്യനെ പോലീസ് അടിച്ചു, ലോക്കപ്പിൽ വെച്ച് ഉപദ്രവിച്ചു, പിന്നെ അയാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങളുണ്ട്. എന്തായാലും അങ്ങനൊരു സംഭവമുണ്ട്. അയാളുടെ ഉള്ളിൽ മയക്കുമരുന്നുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു. യാഥാർത്ഥ്യം ഇപ്പോഴും കൃത്യമല്ല. എന്തായാലും ആൾ മരിച്ചു, ലോക്കപ്പ് മർദ്ദനമാണെന്ന് പറഞ്ഞാൽ ആ കേസ് നടക്കുന്നുണ്ട്.
അതും ബിന്നിയെ കുരുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ബിന്നി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കേസിലും ബെന്നിക്ക് നമ്മളിതിൽ അൻവറിനെ PB അൻവർ MLA സംശയിക്കേണ്ട കാര്യം എന്താ? പിന്നെ അത് വാസ്തവം പറഞ്ഞാൽ ഈ കേസിനെല്ലാം ഇപ്പം മലപ്പുറത്ത് അൻവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ടല്ലോ. ഈ പോലീസുകാർ പലരും സ്വർണ്ണക്കടത്തിന് കൂട്ടി നിൽക്കുന്നു. ഇപ്പോൾ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, ഈ SP സുജിത് ദാസ് വേറൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് തന്നെ കാഴ്ചവെക്കാൻ ശ്രമിച്ചു, ഞാൻ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഇവർ പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ പോലീസുകാരും കസ്റ്റംസുകാരും കരിപ്പൂരിലെ കസ്റ്റംസുകാരും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്വർണ്ണക്കടത്ത് റാക്കറ്റ് ഉണ്ടെന്നും ആ റാക്കറ്റിൻ്റെ കയ്യിലാണ് ഈ മലപ്പുറവും കോഴിക്കോടും ഒക്കെ ഇരിക്കണമെന്നും പോലീസുകാർ വലിയ കള്ളന്മാരാണെന്നും ഒക്കെയാണല്ലോ അൻവർ വെളിപ്പെടുത്തിയത്. അതിപ്പോൾ എവിടെ എത്തി? എങ്ങും എത്തിയിട്ടില്ല. അൻവറിൻ്റെ വെളിപ്പെടുത്തൽ അൻവറിന് തിരിച്ചടിക്കുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഈ പോലീസുകാർക്ക് ഇങ്ങനത്തെ റാക്കറ്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിക്കുന്നതും പോലീസിൻ്റെ അറിവോടെയാണ് എന്നും അൻവർ പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു വിശദമായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് പോയിട്ടില്ല. അൻവറിന് എന്താ CBI അന്വേഷണത്തിന് പൊക്കൂടെ? CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടൂടെ? അത് അൻവർ ചെയ്യുന്നില്ല. പകരം അൻവർ പറയുന്നത് ഇതൊരു നെക്സസ് ആണ്, BJPയുമായിട്ട് ചേർന്ന് CPM, അതായത് മുഖ്യമന്ത്രി BJPയുമായിട്ട് ചേർന്ന്, പിണറായി വിജയൻ BJP ആയിട്ട് ചേർന്ന് കളിക്കുന്ന കളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയൊക്കെ നടക്കുമോ? ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണമാണോ? ഇത് ആരോട് പറയുന്നു? എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ് ഈ FIR റദ്ദാക്കിയിരിക്കുന്നത്. പകരം മജിസ്ട്രേറ്റ് കോടതിയോട് അവിടുത്തെ നടപടികൾ തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പോലീസുകാരെല്ലാവരെയും മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നത് അത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല.